Hi everyone, this is Jabin from Evika. നമ്മുടെ ഇന്നത്തെ ആപ്പിൾ ന്യൂസ് ആയിട്ട് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലാസ്റ്റ് വീക്കിൽ നടന്ന എല്ലാ പുതിയ ആപ്പിളിന്റെ അപ്ഡേറ്റ്സിനെയും ന്യൂസിനെയും പറ്റിയാണ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ റെഗുലർ ആയിട്ട് എല്ലാ ആപ്പിൾ അപ്ഡേറ്റ്സും ന്യൂസും നിങ്ങൾക്ക് അറിയാൻ പറ്റും. സോ എന്താണ് സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഇസ് ജേബിൻ സേവിയ ഫ്രം എവിക്ക. തുടർന്ന് നമ്മുടെ അപ്ഡേഷൻ സ്റ്റാർട്ട് ചെയ്യാം. രണ്ട് അപ്ഡേഷൻസ് ആണ് ആപ്പിൾ റിലീസ് ചെയ്യുന്നത്, ഒരു ഒഫീഷ്യൽ അപ്ഡേഷനും അതേപോലെ തന്നെ ഒരു ബേറ്റ അപ്ഡേഷനും. ഒഫീഷ്യൽ അപ്ഡേഷൻ എന്ന് പറയുന്നത് iOS 18.3.2 എന്ന് പറഞ്ഞ ഒരു അപ്ഡേഷനാണ്. ഇത് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ബഗ് ഫിക്സ് തന്നെയാണ്. അതിൻ്റെ ഒരു ഫോളോ വീഡിയോ നമുക്ക് ചെയ്യാം. അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു അപ്ഡേഷനിൽ വന്നിരിക്കുന്നത് കുറച്ചധികം എന്താ പറയുക സെലക്റ്റഡ് ആയ ഗ്രൂപ്പ് ഓഫ് ആൾക്കാർക്ക് വേണ്ടിയാണ് ഈ ഒരു അപ്ഡേഷൻ ആപ്പിൾ ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ ഒരു മേജറായിട്ട് ആ സ്പോട്ടിൽ തന്നെ ആപ്പിൾ റിലീസ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ iOS 18.4 ഒരു ബീറ്റ 3 ആപ്പിൾ റിലീസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു അപ്ഡേഷനിലും കുറച്ചധികം ഫീച്ചേഴ്സും അതേപോലെ കാര്യങ്ങളും ആപ്പിൾ കൊണ്ടുവന്നുണ്ട്. സ്റ്റിൽ ആപ്പിളിൻ്റെ സിറി ഇൻ്റഗ്രേഷനും ബാക്കി ഒരു കാര്യങ്ങളും ആപ്പിൾ എന്താ പറയുക അത് ഇമ്പ്രൂവ് ചെയ്യാനോ ബാക്കി ഒരു കാര്യങ്ങളും ഇത്രയും നേരമായിട്ട് ആസ് ഓഫ് നൗ ആപ്പിൾ ഒന്നും കൊണ്ടുവന്നിട്ടില്ല. സോ ഈ രണ്ട് അപ്ഡേഷൻസ് ആണ് ഇപ്പോൾ ആപ്പിൾ കൊണ്ടുവന്നിരിക്കുന്നത്. iOS 18.4 ഒഫീഷ്യൽ അപ്ഡേഷൻ നമുക്ക് ഏപ്രിലൊക്കെ ആകുമ്പോഴത്തേക്കായിരിക്കും ആ ഒരു അപ്ഡേഷൻ ഒഫീഷ്യൽ പബ്ലിക് റിലീസായിട്ടും നമുക്ക് വരാൻ പോകുന്നത്. ടൈം ഫ്ലൈസ് എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ലോകം കുറച്ച് ഫാസ്റ്റായിട്ട് സ്പിൻ ചെയ്യുന്നുണ്ടോ ഡൗട്ട് ഉണ്ട്. WW24 ഇപ്പോൾ കഴിഞ്ഞ പോലെ, അല്ലെങ്കിൽ WWDC 2024 ഇപ്പോൾ കഴിഞ്ഞ് ഹാങ് ഓവർ മാറിയ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. iOS 18 ഇൻട്രൊഡ്യൂസ് ചെയ്തു, അത് പബ്ലിക് റിലീസ് ചെയ്തു, അപ്ഡേറ്റ് ചെയ്തു, കഴിഞ്ഞു. ജൂൺ ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും, ജൂൺ ജൂലൈ സമയമാകുമ്പോഴത്തേക്കും WW2025 അല്ലെങ്കിൽ വേൾഡ് വൈഡ് ഡെവലപ്പർ കോൺഫറൻസിൻ്റെ 2025 ഇവൻറ്റ് നടക്കാൻ പോവുകയാണ്. സോ അത്രയും ഫാസ്റ്റായിട്ട് 2025 നമുക്ക് iOS 19 കാണാൻ പറ്റും. ഈ ഒരു അപ്ഡേഷനിൽ നമുക്ക് സിറിയുടെയും അതേപോലെ ഒരു മേജർ റീമാപ്പിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുകൂടാതെ തന്നെ ആപ്പിൾ ഈ പറഞ്ഞ എയർപോർട്സും കൂടെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ അതിൻ്റെയും കൂടെ കുറച്ചുകൂടെ ഫങ്ഷണാലിറ്റി കൂട്ടാൻ വേണ്ടി ലൈവായിട്ട് വരുന്ന ഒരു ട്രാൻസ്ലേഷൻ ഓപ്ഷനും കൂടെ കൊണ്ടുവരുന്നുണ്ട്. എസ്പെഷ്യലി ഇംഗ്ലീഷ് ടു വേറെ ഏതെങ്കിലും ലാംഗ്വേജ് ആയിരിക്കും. കാരണം ഇപ്പോൾ ഗൂഗിളിലൊക്കെ കുറച്ച് ഓപ്ഷൻസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. സോ ഈ പറഞ്ഞ ലൈവ് ട്രാൻസ്ലേഷനും കൂടെ വരികയാണെങ്കിൽ എയർപോർട്സ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ മൾട്ടിപ്പിൾ കൺട്രീസിൽ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് എയർപോർട്സ് ഇത് മാറ്റണ്ട, ഫോൺ നോക്കണ്ട, വാച്ച് നോക്കണ്ട, ഒന്നും വേണ്ട. എയർപോർട്സ് വെച്ച് തന്നെ വേറൊരാൾ സംസാരിക്കുകയാണ്. എൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്നത് ചിലപ്പോൾ ഒരു സെലക്റ്റഡ് കൺട്രീസ് ലാംഗ്വേജ് മാത്രം, ഒരു കൊറിയനോ ജാപ്പനീസോ ഒരു ചൈനീസോ ആവാം, അല്ലെങ്കിൽ എൻ്റെ വേറൊരു സൈഡിൽ പോകുമ്പോൾ അവർ സംസാരിക്കുന്ന വേറെ ഏതെങ്കിലും ഒരു ഡിഫറെൻറ്റ് സ്പാനിഷോ ബാക്കി ഏതെങ്കിലും ലാംഗ്വേജ് ആയിരിക്കാം. എൻ്റെ ഈ പറഞ്ഞ എയർപോർട്സ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ ആ ഒരു ട്രാൻസ്ലേഷൻ എനിക്ക് ഈസിയും സീംലെസ് ആയിട്ടും ചെയ്യാൻ പറ്റും. ആ ഒരു ഫീച്ചർ iOS 19 വരുന്നുണ്ടെന്നാണ് നമുക്കിടെ റിപ്പോർട്ട്. ആൻഡ് വേറൊരു ന്യൂസ് എന്ന് പറയുന്നത് ഒരു ഹോം പോഡിൻ്റെ പുതിയ വെർഷൻ ആപ്പിൾ ഷേപ്ഡ് ഇപ്പോൾ റിലീസ് ചെയ്യണം. നമ്മൾ കഴിഞ്ഞ ന്യൂസിൽ പറഞ്ഞായിരുന്നു മാക്കിൻ്റെ കുറച്ച് പ്രൊഡക്റ്റുകൾ, മാക്ബുക്കും അതേപോലെ മാക് സ്റ്റുഡിയോയും ആപ്പിൾ റിലീസ് ചെയ്തു, അതേപോലെ ഐപാഡ് റിലീസ് ചെയ്തു, അങ്ങനെ കുറച്ചധികം കാര്യങ്ങൾ ആപ്പിൾ റിലീസ് ചെയ്തതാണ്. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു വട്ടം ആപ്പിൾ ഹോം പോഡിൻ്റെ ഒരു പുതിയ ഓപ്ഷൻ കൂടെ റിലീസ് ചെയ്യാൻ വേണ്ടി ഒരു സ്ക്രീനും ബാക്കി കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഹോം പോഡ് റിലീസ് ചെയ്യാൻ വേണ്ടി വെച്ചിരുന്നു. പക്ഷേ അത് ആപ്പിൾ പിന്നെയും ഡിലേ ചെയ്തിരിക്കുകയാണ്. ആപ്പിളിൻ്റെ ഇപ്പോഴത്തെ ഫാഷനാണ് ഒരു കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്യും, അത് ഡിലേ ചെയ്യും. കാരണം ആ ഒരു ഹോം പോഡിൽ കൊണ്ടുവരാന്ന് വെച്ച് ഹൈലി ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഹോം സെൻറ്റേഴ്സ് ഓപ്ഷൻസും അതുപോലെ സിറി ഓപ്ഷൻസുമാണ്. പക്ഷെ സിറിയുടെ കുറേയധികം ഓപ്ഷൻസ് ഇപ്പോൾ ആപ്പിൾ നിർത്തി iOS 19 പുഷ് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്നത്. സോ ആ ഒരു കാര്യം കൊണ്ട് തന്നെ WWDC 2025 കഴിയുമ്പോഴത്തേക്കായിരിക്കും ഒരു മാസ് പ്രൊഡക്ഷൻ ഈ പറഞ്ഞ ഹോം പോഡിന് ആപ്പിൾ തുടങ്ങാൻ പോകുന്നത് നമുക്കിട്ട് റിപ്പോർട്ട്. സോ ഇത് മിഞ്ചിക്കോട്ട് റിപ്പോർട്ടായതുകൊണ്ട് തന്നെ അത്യാവശ്യം 80 to 85% വരെ നമുക്കിതിനൊരു ആക്യുറസി പ്രതീക്ഷിക്കാവുന്നതാണ്. സോ 2025 or 2026 ആകുമ്പോഴത്തേക്കും ഒരു ഹോം പോഡ് വിത്ത് ഐപാഡിൻ്റെ അത്രയും വലിയ അല്ലെങ്കിൽ ഒരു സ്ക്രീൻ കൺട്രോളും കൂടെ വരുന്ന ഒരു ഹോം പോഡും നമുക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. കഴിഞ്ഞ ന്യൂസിൽ ഞാൻ പറഞ്ഞായിരുന്നു iPhone 17 Pro Max കുറച്ച് തിക്കർ ആവാനുള്ള ചാൻസ് ഉണ്ട് ടു ഇൻക്രീസ് ദ ബാറ്ററി ലൈഫ്. പക്ഷേ ഇപ്പോൾ കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് ഈ പറഞ്ഞ iPhone 17 സീരീസിലെല്ലാം ഈ എസ്പെഷ്യലി iPhone 17 Air സീരീസിലൊക്കെ ഒരു പുതിയ കൂളിംഗ് ടെക്നോളജി ഇൻ്റഗ്രേറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. എസ്പെഷ്യലി iPhone സീരീസിൽ ഈ പറഞ്ഞ വേപ്പർ ടെക്നോളജി അല്ലെങ്കിൽ വേപ്പർ ചേംബർ ടെക്നോളജി ആപ്പിൾ കൊണ്ടുവരാനായിട്ട് ഒരു പ്ലാൻ എന്നാണ് നമുക്കിട്ട് റിപ്പോർട്ട്. സോ അങ്ങനെ കൊണ്ടുവരികയാണെങ്കിൽ
കുറച്ചും കൂടെ ബെറ്റർ ആൻഡ് എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഹീറ്റ് മാനേജ്മെൻറ്റ് ഡിവൈസിൽ വരും. സോ അങ്ങനത്തെ ഒരു ഹീറ്റ് മാനേജ്മെൻറ്റ് കൂടെ വരികയാണെങ്കിൽ ബാറ്ററി ലൈഫ് നമുക്ക് കുറച്ചും കൂടെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. മോർ ഓവർ ഒരു പെർഫോമൻസ് ബൂസ്റ്റും ലഭിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഈ പറയുന്ന ഗെയിമേഴ്സിനും അതേപോലുള്ള പെർഫോമൻസ് കുറച്ചുകൂടെ കൂടുതൽ ആവശ്യമുള്ള യൂസേഴ്സിനും ഈ പറയുന്ന വേപ്പർ ചേമ്പർ കൂടെ വരികയാണെങ്കിൽ അവരുടെ യൂസബിലിറ്റി നന്നായിട്ട് കൂടും. നമുക്ക് അറിയാവുന്ന പോലെ കുറേയധികം സ്ട്രീമേഴ്സും ഗെയിമേഴ്സ് എല്ലാം ഉപയോഗിക്കുന്ന ഒരു മേജർ ഡിവൈസ് അവരുടെ ഐഫോൺ തന്നെയാണ്. 16 Pro Maxും ഈ പറഞ്ഞ 15 Pro Maxും ഒക്കെ വെച്ച് ഗെയിം കളിക്കുന്ന കുറേയധികം കൂട്ടുകാർ എനിക്ക് പേഴ്സണലി അറിയാം. അവർക്ക് ഈ പറയുന്ന കംപ്ലൈൻറ്റും ഡിവൈസ് ചൂടാവുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ഡിവൈസിൻ്റെ ബാക്കിൽ ക്ലച്ചിനെ നമ്മൾ സാധനം ഒട്ടിച്ച് വെക്കും. ഒരു എന്താ പറയുക, ആ ഹീറ്റ് ഡിസ്പെൻസർ പോലെ ഒരു ചൂട് പോകാനുള്ള ഒരു മെക്കാനിസം അല്ലെങ്കിൽ ചെറിയൊരു മെഷീൻ അവർ ബാക്കിൽ വെച്ചിട്ടാണ് ഈ പറഞ്ഞ ഗെയിമിങ്ങും സ്ട്രീമിങ്ങും ബാക്കി ഹൈ എൻഡ് ആയിട്ടുള്ള ഗ്രാഫിക്സ് പരിപാടികളൊക്കെ ചെയ്യുന്നത്. സോ ആ ഒരു പരിപാടി നമുക്ക് വേണമെങ്കിൽ 17 സീരീസോടെ നിർത്താൻ പറ്റും. കാരണം നേരത്തെ പറഞ്ഞിട്ട് ഈ വേപ്പർ ചേമ്പർ ടെക്നോളജി വരുമ്പോൾ കുറച്ച് ബെറ്റർ, കുറച്ചല്ല നല്ല രീതിയിലുള്ള ബെറ്റർ ആയിട്ടുള്ള ഹീറ്റ് മാനേജ്മെൻറ്റ് വരും. അതുകൊണ്ട് തന്നെ നമുക്ക് ബാറ്ററി നല്ല രീതിക്ക് ചൂടാവാത്തതുകൊണ്ട് ഡിവൈസിൻ്റെ ലൈഫ് കുറച്ചുകൂടി കിട്ടും. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ പെർഫോമൻസും നല്ല രീതിക്ക് ബൂസ്റ്റ് ആവും. പക്ഷെ അത് എത്രത്തോളം എന്താ പറയുക ആക്യുറേറ്റ് ആയിരിക്കും അല്ലെങ്കിൽ എത്രത്തോളം പെർഫോമൻസ് ആയിരിക്കും ഇപ്പോൾ നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടിൽ അത് പറയാൻ പറ്റില്ല. പക്ഷേ ഓരോ വട്ടം വരുമ്പോഴും ആപ്പിളിൻ്റെ ഡിവൈസുകൾ നല്ല രീതിക്ക് ഇമ്പ്രൂവ് ആവുന്നുണ്ട്. ആ ഓരോ കാര്യങ്ങളും പല രീതിയിലും പല കൂട്ടുകാർക്കാണ് ഹെൽപ്ഫുൾ ആവുക. സോ ഇന്ന് ഈ ഒരു വീഡിയോ കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുള്ളായി, അതേപോലെ കുറേയധികം പുതിയ കാര്യം അറിഞ്ഞു മനസ്സിലാക്കി എന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഇപ്പോൾ ലൈക്ക് ചെയ്യുക. എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. ഇതേപോലെ ആപ്പിൾ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് റെഗുലറായിട്ട് അറിയണമെങ്കിൽ എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ത്യയിലെ 2ാമത്തെ സ്റ്റോറുള്ള ആപ്പിൾ സാക്കേറ്റും ഞാൻ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇന്ത്യയിലെ 2 സ്റ്റോറും നമ്മൾ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ 2 സ്റ്റോറിനും ഒരു വിസിറ്റിങ്ങിൻ്റെ വ്ളോഗ് നമ്മുടെ ചാനൽ ചെയ്തിട്ടുണ്ട്. ഒരു ട്രാവൽ ഓയേഴ്സ് എന്ന പേരിലാണ് നമ്മൾ ഇപ്പോൾ ആ സീരീസ് സ്റ്റാർട്ട് ചെയ്തത്. സോ ആ ഒരു വീഡിയോ നിങ്ങൾ എന്തായാലും കണ്ടില്ലെങ്കിൽ കണ്ടു നോക്കുക. നമ്മുടെ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൂടെ കൊടുത്തേക്കാം. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഫോർ വീഡിയോ. This is Evin Sevia signing from Evika.